അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ നിസ്കാരം കൊണ്ടായിരിക്കണം സഹായം തേടുന്നത്. വസ്തഈനു നിങ്ങൾ സഹായം തേടണം ബിസ്സബ്രി ക്ഷമ കൊണ്ടും വസ്സലാത്തി നമസ്കാരത്തെ കൊണ്ടും. മനുഷ്യൻ അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് സഹായം തേടുന്നത്, അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനത്തിനുള്ള വഴി തേടുന്നത് ക്ഷമ അവലംബിച്ചുകൊണ്ടും നമസ്കാരം നിലനിർത്തിക്കൊണ്ടുമായിരിക്കണം. ഏതു വലിയ പ്രതിസന്ധിയിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥൈര്യം നൽകിയത് നമസ്കാരമായിരുന്നു. അരിഹ്നാ ബിഹാ യാ ബിലാൽ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് ബിലാലിനെ വിളിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നത്, നമസ്കാരം കൊണ്ട് നമുക്ക് നീ റാഹത്ത് നൽകുക ബിലാലെ, ഇഖാമത്ത് കൊടുക്ക്. മനസ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇദാ ഹസബഹു അംറുൻ, തങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് ഉളരുന്ന, മനസ്സിന് പ്രയാസം വന്നാൽ നിസ്കാരത്തിലേക്കാ ഉളരുക. മനസ്സിന്റെ ഏതു പ്രയാസത്തെയും മനസ്സിന്റെ നാഥന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോയി നിൽക്കുക. അങ്ങനെയാവുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ കണ്ണിന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ്, എനിക്ക് കൺകുളിർമ നിസ്കാരത്തിലാണ്, എൻ്റെ മനസ്സിന്റെ ഏറ്റവും സന്തോഷം നിസ്കാരത്തിലാണ്. നിസ്കാരം വല്ലാത്ത ഒരു സന്തോഷമാകുക അതൊരു സൗഭാഗ്യമാണ്. അതേ സമയത്ത് അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യണം, നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ സഹായം തേടേണ്ടത് നമസ്കാരം കൊണ്ടായിരിക്കണം. ക്ഷമാപൂർവവും നമസ്കാരം നിർവഹിച്ചും പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരു ഉമ്മത്തായാൽ അല്ലാഹു തആല പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ബനൂ ഇസ്രായേലിനോട് അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ, യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ എന്ന് തുടങ്ങി ദീർഘമായി ബനൂ ഇസ്രായേലിനോട് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ കൂട്ടത്തിൽ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം. വഅഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം. വർക്കഉ മഅർ റാക്കിഈൻ, റുകൂഅ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുകൂഅ ചെയ്യണം. നിസ്കാരത്തെ നിലനിർത്തുക പറഞ്ഞാൽ എന്താ? അഖീമുസ്സലാ. അഖീമുസ്സലായുടെ വിശദീകരണമാണ് വർക്കഉ മഅർ റാക്കിഈൻ. മറ്റുള്ളവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കണം, ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അതാണ് ഇഖാമത്തുസ് സ്വലാത്ത്, ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ വസ്തഈനു, അത് നിങ്ങൾ സഹായം തേടേണ്ടതും ബിസ്സബ്രി വസ്സലാ. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ലെങ്കിൽ എന്താ പരിഹാരം? നിസ്കാരത്തിലൂടെ തന്നെയാണ് അതിന് പരിഹാരം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് വേറെ ഗുളി കുടിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നമസ്കാരം മാത്രമല്ല, രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു വർക്കഉ മഅർ റാക്കിഈൻ അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. മറ്റുള്ളവരോട് നന്മ പറയാനും സ്വയം മറന്നു പോവാനും അങ്ങനെ പറയുന്നത് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക്, മോശമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാ? നിസ്കാരത്തിലൂടെ നിങ്ങൾ സഹായം തേടാത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് അല്ലാഹു തആല പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഖുശൂ കിട്ടാതിരിക്കുമ്പോൾ, ഭക്തി മനസ്സിലേക്ക് വരാതിരിക്കുമ്പോൾ, ഉദ്ദേശിച്ചതുപോലെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് കിട്ടാതിരിക്കുമ്പോൾ, ഇതിനൊക്കെ പരിഹാരം നിസ്കാരം തന്നെയാണ്. പക്ഷെ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവന് നിസ്കാരം നിലനിർത്താൻ കഴിയില്ല. ക്ഷമാപൂർവം നമസ്കാരം നിലനിർത്തലാണ് ഇതിന് മുഴുവൻ പരിഹാരം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വഇന്നഹാ ലകബീറ, പക്ഷെ ആ നിസ്കാരം എളുപ്പമല്ല. ആർക്ക്? ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തരായ ആളുകൾക്കല്ലാതെ. ഖുശൂ ഉണ്ടെങ്കിലേ നിസ്കാരം എളുപ്പാവുള്ളൂ. ഭക്തിയില്ലാത്ത ആളുകൾക്ക് നമസ്കാരം കബീറത്താണ്, വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച സംഗതിയാണത്. ഭക്തിയില്ലാത്ത ആളുകൾക്ക് നമസ്കാരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാവൂല. മുനാഫിക്കീങ്ങളുടെ സ്ഥിതി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, നിസ്കാരത്തിലേക്ക് അവർ വരൂല ഇല്ലാ വഹും കുസാല, മടിയന്മാരായിട്ടല്ലാതെ. മടിയോടുകൂടി പ്രയാസത്തോടെ ഒരു ഇടങ്ങേറായി അങ്ങനെ നിസ്കാരത്തിന് വരാൻ കഴിയൂ മുനാഫിക്കുകൾക്ക്. മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിലേ നിസ്കാരം ലഹരിയാവുള്ളൂ. മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിലേ നമസ്കാരം ഹരമാവുകയുള്ളൂ. അങ്ങനെ നമസ്കാരത്തിൽ ഒരു സന്തോഷം വന്നെങ്കിലേ ബാക്കി കാര്യങ്ങളിലൊക്കെ തൗഫീഖ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളത് പരിഗണനാപൂർവ്വം സമീപിച്ച് പണിയെടുത്ത് പരിശീലിച്ച് അതൊരു മഹാസംഭവമാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് ശരിയാക്കിയെടുക്കുക തന്നെ വേണം. പഠിച്ചുപോയൊരു പണിയുടെ കേവലാവർത്തനങ്ങളാവരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചിരുന്ന, ഒരുപാട് സമയം നിസ്കരിച്ചിരുന്ന മനുഷ്യൻ. നമസ്കാരത്തിൽ അവർക്കൊക്കെ വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ ആ പരിസരത്തൂടെ നടന്നുപോയി. സത്യത്തിൽ സിദ്ദീഖുൽ അക്ബർ മക്കയിൽ ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പ്
സ്വാതന്ത്ര്യപൂർവ്വം ഇസ്ലാം ആളുകൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കാലത്തിന് മുമ്പേ ആദ്യമായി ആണുങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ മനുഷ്യനാണല്ലോ സിദ്ദീഖുൽ അക്ബർ. അന്ന് ഇസ്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. രഹസ്യ പ്രബോധനത്തിന്റെ കാലം. അന്നേ അദ്ദേഹം നമസ്കരിക്കുമായിരുന്നു. സത്യത്തിൽ നിർബന്ധമായ മെഹറാജിന് നിർബന്ധമാക്കിയ നിസ്കാരമല്ല, അതിനു മുമ്പേ ഉള്ള നമസ്കാരങ്ങൾ അതൊരു അനുഭൂതിയായി നിർവഹിച്ചിരുന്നു. അങ്ങനെ നമസ്കരിക്കുമ്പോൾ പാതിരാവിലെ നിസ്കാരം, രാത്രിയിലെ നിസ്കാരം, ഫർളായ നിസ്കാരത്തിന് മുമ്പേ അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തതാണ് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. മക്കയിൽ നിന്നു തന്നെ, ആദ്യ കാലങ്ങളിൽ നിന്നു തന്നെ, പ്രബോധനത്തിന്റെ ഇഖ്റഇനു ശേഷം അടുത്ത കാലഘട്ടത്തിൽ തന്നെയാണ് സൂറത്തുൽ മുസമ്മിൽ അവതരിച്ചത്. അതിലൂടെ അല്ലാഹു തആല പറഞ്ഞു, പ്രവാചകരെ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, അങ്ങെഴുന്നേൽക്കണം. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയുടെ കുറച്ചു സമയമല്ലാത്ത ബാക്കി സമയമൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കണം. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലൻ ഔ സിദ് അലൈഹി, രാത്രിയുടെ പകുതിയോ പകുതിയിൽ കുറച്ചു കൂട്ടിയോ കുറച്ചോ അങ്ങനെ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് പാതിരാവിലെ അങ്ങെഴുന്നേറ്റ് നമസ്കരിക്കണം. എന്നിട്ട് അല്ലാഹു തആല സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, അങ്ങയുടെ കൂടെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു അറിയുന്നു. പ്രവാചകൻ മാത്രല്ല, വത്തായിഫതു മിനല്ലദീന മഅക്, അങ്ങയോടൊപ്പം ഒരു വലിയ സമൂഹം, പ്രവാചകനോടൊപ്പം ഒരു സമൂഹവും നിസ്കരിക്കാറുണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ നേതാവ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പാതിരാവുകളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മറർതു ബിക വ അൻത തഖറഉ വ തഖ്ഫദു മിൻ സൗതിക്, അബൂബക്കർ സിദ്ദീഖിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിദ്ദീഖേ, ഞാൻ നടന്നുപോയി നീ നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ നിന്റെ അടുത്തുകൂടെ നീ നമസ്കാരത്തിൽ വളരെ പതുക്കെയാണല്ലോ ഓതുന്നത്. വ തഖ്ഫദു മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ വളരെ പതുക്കെയാണ് രാത്രിയിലെ നമസ്കാരത്തിൽ നീ ഓതുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു, ഇന്നി അസ്മഅതു മൻ നാജൈതു, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ ആരോടാ സംസാരിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട്. അള്ളാഹ്ക്ക് കേൾക്കാലോ, ഇതിനപ്പം ഒരുപാട് ഒച്ച, അള്ളാഹ്ക്ക് കേൾക്കാതെ ഒച്ച വേണം. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഓതുന്നത്. അപ്പൊ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഫ ഖലീല, കുറച്ച് ശബ്ദം ഉയർത്തിക്കോ. അങ്ങനെയൊക്കെയാണെങ്കിൽ രാത്രിയിൽ നിസ്കാരത്തിൽ കുറച്ച് ശബ്ദം ഉയർത്തി ഓതാം. അത് നിസ്കാരത്തിലൊരു ഭക്തി വരാനും മനസ്സാന്നിധ്യമൊക്കെ കിട്ടാനും ചെറിയ ശബ്ദത്തിൽ രാത്രിയിൽ നിസ്കാരങ്ങളൊക്കെ ജഹരിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് ശബ്ദം ഉയർത്തി ഓതാം. വഖാല ലി ഉമർ റളിയല്ലാഹു അൻഹു, വീണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, മറർതു ബിക വ അൻത തഖറഉ വ അൻത തർഫഉ സൗതക, ഞാൻ നീ രാത്രി നിസ്കരിക്കുമ്പോൾ നിന്റെ അടുത്തൂടെ നടന്നുപോയി വലിയ ഒച്ചയിലാണല്ലോ ഓതുന്നത്. ആളുകളുടെ പ്രകൃതി പോലെ തന്നെയാണ് അവരുടെ പ്രവൃത്തിയും. മൃദാൻ അങ്ങനെയാണല്ലോ, എപ്പോഴും കുറച്ച് ശക്തിയുടെ ആളാണ്. സിദ്ദീഖുൽ അക്ബർ ഒരു പാവാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ആ പാവം ഹക്കിലല്ല. യുദ്ധത്തിന്റെ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ജാഹിലിയ കാലത്തൊക്കെ വലിയ പുലിക്കുട്ടിയായിട്ട് ഇപ്പൊ എലിക്കുട്ടിയാണോ എന്ന് വെച്ചത്. അവിടെ ഹക്കിന്റെ കാര്യത്തിൽ സിദ്ദീഖുൽ അക്ബർ തന്നെയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുക ശക്തിയിലും. പക്ഷെ സാധാരണ പെരുമാറ്റങ്ങളിലൊക്കെ ഒരു പാവമായിട്ട് നിൽക്കും. അത് തഹജ്ജുദിന്റെ കാര്യത്തിൽ പോലും ഉണ്ട്. പിന്നീട് തഹജ്ജുദിന്റെ കാര്യത്തിൽ സിദ്ദീഖുൽ അക്ബർ സാധാരണ തഹജ്ജുദും കൂടി നിസ്കരിച്ചിട്ടാ ഉറങ്ങുക. ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പൊ എന്താ കാര്യം? സിദ്ദീഖുൽ അക്ബർ പറയും, അഥവാ എണീറ്റില്ലെങ്കിലോ തഹജ്ജുദ് വെറുതെ, രാത്രി നിസ്കാരം വെറുതെ പോവില്ലേ, പിന്നെ എണീക്കും വേറെ നിസ്കരിക്കും, എന്നാലും ആദ്യം നിസ്കരിച്ചു വെക്കും കുറച്ച്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, എങ്ങനെ എഴുന്നേക്കാതിരിക്കുക? ആഹാ, നാ ഒന്ന് കാണണല്ലോ, അവിടെ എഴുന്നേക്കാതിരിക്കുക. അതൊരു ധൈര്യമാണ്. ആ ധൈര്യം തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ഉറക്കെ ഓതുക. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ഉറക്കോതിന് രാത്രി? ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അത്റുദു ശൈത്താൻ, ഞാൻ ശൈത്താൻ ആട്ടി ഓടിക്കുകയാണ്. ഓരോരുത്തർക്കും തങ്ങളുടേതായ ന്യായമുണ്ട്. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ അള്ളാഹിനോടല്ലേ സംസാരിക്കണം, അള്ളാഹ്ക്ക് കേൾക്കാൻ മാത്രം വെച്ച പോലെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ശൈത്താൻ ആട്ടി ഓടിക്കുക, ഈ വഴിക്കൊന്നും വരാൻ പറ്റൂല, അതുകൊണ്ട് ഉറക്കെങ്ങനെ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കുക. അപ്പൊ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി വിശ്വാസങ്ങൾ പറഞ്ഞു, ഇഖ്ഫദ് ഖലീലൻ, കുറച്ചാളാറ്. നിസ്കാരങ്ങളിൽ ചെയ്യേണ്ടത് ഇതിന്റെ ശബ്ദത്തിന്റെ കാര്യത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്തുൽ ഇസ്രാഇന്റെ അവസാനത്തെ ആയത്തുകളിൽ പറയുകയുണ്ടായി, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ
അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല വഖുൽ അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദാ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറാ. ഖുൽ ഉദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ. നിസ്കാരം കൊണ്ട് വളരെ ശബ്ദം ഉയർത്തരുത്, എന്നാൽ വളരെ പതുക്കെയാക്കുകയും ചെയ്യരുത്. വബ്തഗി ബൈന ദാലിക സബീല, അത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യമായ ചെറിയ ഒരു ശബ്ദത്തിൽ, അധികം ശബ്ദം ഉയർത്താതെ എന്നാൽ പറ്റ പതുക്കെയാക്കാതെ അങ്ങനെ നമസ്കരിക്കുക. മഹാന്മാരായ സ്വഹാബത്ത് രാത്രി കാലങ്ങളിൽ അതുപോലെ മറ്റു സമയങ്ങളിൽ നിസ്കരിച്ചിരുന്ന ഏതാനും ചെറിയ ചില സംഭവങ്ങൾ മാത്രം നമ്മുടെ നിസ്കാരവും നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിലുള്ള അന്തരം ബോധ്യപ്പെട്ട് ഒരല്പവും കൂടി മാറ്റമുണ്ടാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഏതാനും ചില മഹാന്മാരായ സ്വഹാബത്തിന്റെ നിസ്കാരത്തെ പറ്റി മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു കുന്തു ജാറൻ ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽപക്കത്തായിരുന്നു ഞാൻ. ഫമാ റഅയ്തു അഹദൻ അഫ്ളല മിൻഹു, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന ലൈലഹു സ്വലാത്തുൻ വ ഇന്ന നഹാറഹു സിയാം, അദ്ദേഹത്തിന്റെ രാത്രി മുഴുവൻ നിസ്കാരമായിരുന്നു, പകൽ മുഴുവൻ നോമ്പായിരുന്നു. ഔ ഫി ഹാജാത്തിൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യം നിർവഹിക്കാൻ ഓടി നടക്കുകയായിരുന്നു. സഈദ് ഇബ്നു മുസയ്യിബ് മഹാനായ താബിയാണ്. മഹാനവർകൾ പറയുകയാണ്, കാന ഉമറു യുഹിബ്ബു സ്വലാത്ത ഫീ കബിദിൽ ലൈലി, രാത്രിയുടെ മധ്യസമയങ്ങളിൽ നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. രാത്രിയിൽ അദ്ദേഹം ഒരുപാട് നമസ്കരിക്കുമായിരുന്നു. ഹത്താ ഇദാ കാന ഫീ ആഖിരിൽ ലൈലി ഐഖൽ അഹ്ലഹു, അങ്ങനെ രാത്രി ഒരുപാട് ചെന്നാൽ പിന്നെ വീട്ടുകാരെ വിളിച്ചുണർത്തിയിട്ട് വയഖൂലു, അവരോട് പറയും അസ്വലാ അസ്വലാ, എന്നിട്ട് അദ്ദേഹം ഓതുമായിരുന്നു വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ. സൂറത്തു താഹയിൽ അല്ലാഹു തആല പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക. വഅ്മുർ അഹ്ലക, നബിയെ തങ്ങളുടെ വീട്ടുകാരോട് കൽപ്പിക്കണം, ബിസ്വലാത്തി നമസ്കാരം കൊണ്ട്, വസ്തബിർ അലൈഹാ അതിന്റെ മേൽ ക്ഷമാപൂർവ്വം നിലനിൽക്കണം. വളരെ എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിദ്ദ ഇസ്ലാമിക് സെന്ററിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ഈ ക്ലാസ്സിന് വന്ന നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമായിരുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, നമ്മുടെ അനുജന്മാര്, നമ്മുടെ ജ്യേഷ്ഠന്മാര്, അവരൊക്കെ നമസ്കാരം സമ്പൂർണമായി നിലനിർത്തുന്നുണ്ടോ? പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഭാര്യയും മക്കളും, അത് നമ്മുടെ നിർബന്ധ കടമയാണ്. അഹിലിനോട് കൽപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കത്തെഴുതുമ്പോ ഫോൺ വിളിക്കുമ്പോ മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യമായിരിക്കണം ഒന്നാമത് പറയേണ്ടത്. നമുക്കതിലൊരു വലിയ ശ്രദ്ധയുണ്ടെന്ന് വന്നാലേ നമ്മുടെ ഭാര്യമാരും ഭർത്താവ് ശ്രദ്ധിക്കുന്ന കാര്യത്തിന് അവർക്ക് താല്പര്യമുണ്ടാവും. അതുകൊണ്ട് ഭാര്യമാരോട് പറയണം, മക്കളുടെ നിസ്കാര കാര്യം അതിനാദ്യം ഭാര്യ അത് ശ്രദ്ധിക്കുന്നവളായിരിക്കണം. അഹിലിന്റെ നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാവിലെ തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തിയിട്ട് അസ്വലാ അസ്വലാ, നിസ്കാരത്തിന് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു. മാത്രവുമല്ല, ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ലൗലാ സലാസുൻ ലമാ അഹ്ബബ്തുൽ ബഖാ, 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദുനിയാവിൽ ഇനിയും ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ടാവുമായിരുന്നില്ല. ദുനിയാവിൽ ഇനിയും ബാക്കിയാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കൊക്കെയാണ് അങ്ങനെ പറയാനുള്ളതെങ്കിൽ എന്തായിരിക്കും 3 കാര്യം? ജീവിച്ചിട്ട് കൊതി തീരാത്തത് 3 കാര്യത്തിന് വേണ്ടിയാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലാ അൻ ഉഹ്മല അലാ ജിയാദിൽ ഖൈലി ഫീ സബീലില്ലാഹ്, മരിച്ചാൽ പിന്നെ അള്ളാന്റെ മാർഗത്തിൽ കുതിരപ്പുറമേറി യുദ്ധക്കളങ്ങളിലേക്ക് കുതിക്കാൻ കഴിയില്ലല്ലോ എന്നതാണ് എന്നെ മരിക്കാൻ താല്പര്യമെടുക്കാത്തത്. ജീവിക്കാനുള്ള മോഹം, അള്ളാന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല കുതിരപ്പുറത്തു കയറി അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇനിയും ജീവിക്കണമെന്ന് മോഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം മുകാബദത്തുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം. അത് ജീവിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഏറ്റവും വലിയ ഹര അതൊക്കെയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധക്കടങ്ങളിലേക്ക് കുതിക്കുന്നതും രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതും. മൂന്നാമത്തത് മുജാലസത്തു അഖ്വാമിൻ യന്തഖൂന അതായിബൽ കലാമി കമാ യുന്തഖ അതായിബുത് തംർ,
നല്ല മനുഷ്യന്മാരുടെ സദസ്സിൽ ഇങ്ങനെ കൂടിയിട്ട് ഏറ്റവും നല്ല വാക്കുകൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുക. കമാ യുൻതഖ അതായിബു തംർ, നല്ല കാരക്ക തെരഞ്ഞെടുക്കണായി. കാരക്ക ഒന്നായിട്ട് കൂട്ടി നല്ല കാരക്ക മാത്രം ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അറബികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അതാണല്ലോ, അവർക്ക് എപ്പോഴും ഉപയോഗിക്കാണ്ടായിരുന്നത്. അപ്പൊ കാരക്കകളിൽ നിന്ന് നല്ലത് ഇങ്ങനെ തെരഞ്ഞെടുക്കണായി. നല്ലോരൊപ്പം കൂടിയിട്ട് നല്ല വർത്താനമൊക്കെ ഇങ്ങനെ കേൾക്കുക, നല്ലോരെ പറ്റിയുള്ള വർത്താനം. അത് കേൾക്കാനും മരിച്ചാൽ കഴിയില്ലല്ലോ. ഈ 3 കാര്യം കൊണ്ടാ എനിക്ക് ജീവിതത്തോട് ഇനിയും കൊതി തീരാത്തത്. ഒരിക്കൽ മുആവിയത്ത് ഇബ്നു ഖദീജ് ളുഹറിന്റെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ ചെന്നു. അദ്ദേഹം വിചാരിച്ചു ളുഹറിന്റെ തൊട്ട് മുമ്പ് ഖൈലൂലത്തിന്റെ ഉറങ്ങുന്ന സമയമാണ്, ഒരു നല്ല കാര്യമാണ് ഖൈലൂലത്ത് ഉറങ്ങൽ, അപ്പോൾ ഉറക്കിലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കിലല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കാത്തുന്നത്. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഅ്സമാ വനന്ത യാ മുആവിയ, മുആവിയ നീ വിചാരിച്ചത് ശരിയല്ല. ലഇൻ നിംതു ബിന്നഹാരി ലഉളയ്യിഅന്ന റഇയ്യ വലഇൻ നിംതു ബില്ലൈലി ലഉളയ്യിഅന്ന നഫ്സി ഫകൈഫ ബിന്നൗമി മഅ ഹാദൈൻ. ഞാൻ പകൽ ഉറങ്ങിയാൽ എൻ്റെ പ്രജകളെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ലേ, ഞാൻ രാത്രി ഉറങ്ങിയാൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയില്ലേ? ഇത് രണ്ടും മുമ്പിലുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഉറക്കം വരിക? പകലുറങ്ങാൻ ഭരണാധികാരിയായ എനിക്ക് എങ്ങനെയാണ് കഴിയുക? എൻ്റെ പ്രജകൾ നഷ്ടപ്പെട്ടു പോവില്ലേ? അവരുടെ വിഷയങ്ങൾ നോക്കാൻ എനിക്ക് കഴിയാതെ വരില്ലേ? രാത്രി ഉറങ്ങിയാൽ എൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ, രാത്രി ഉറങ്ങിയാൽ പിന്നെ എൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് ഏതാണ് സമയം? അതുകൊണ്ട് ഉറങ്ങാൻ സമയം കിട്ടാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആയത്ത് ഇങ്ങോട്ട് ഓതിയാൽ ചിലപ്പോൾ ഇങ്ങനെ അവിടെ വീണു പോകും. രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ഒരു ആയത്ത് ഇങ്ങോട്ട് ഓതിയിട്ട് പിന്നെ ഇങ്ങനെ അവിടെ വീണു പോവല. എത്രത്തോളം വീണു പോകുക എന്ന് പറഞ്ഞാൽ രോഗിയായി മാറും. ഹത്താ യുആദ ലിൽ മറദ്, രോഗിയായ ആളുകൾ പിന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരും. രോഗകാരണം ചിക്കൻ ഗുനിയല്ല, മഴ പെയ്തിട്ടല്ല, വൈറസ് അല്ല. അള്ളാന്റെ ആയത്ത് കേട്ട് പേടിച്ചു പോയി ഒരു ദിവസം രാത്രി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വീട്ടിൽ നിന്നൊരാൾ പാരായണം ചെയ്യുന്നത് കേട്ടത്. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, തീർച്ചയായും നിന്റെ നാഥന്റെ ശിക്ഷ വരാനുള്ളത് തന്നെയാണ്, അത് തടുക്കാൻ ഒരാൾക്കുമാവില്ലെന്ന സൂറത്തു തൂറിലെ 2 ആയത്ത് കേട്ടപ്പോ അദ്ദേഹം അവിടെ ഇരുന്നു പോയി. പിന്നെ വല്ലാത്തൊരു പ്രയാസമായി വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും നടന്നെത്തി. 1 മാസം പിന്നെ അദ്ദേഹത്തെ ആളുകൾ രോഗം സന്ദർശിച്ചു. ആളുകൾക്കറിയില്ല ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന്. മനസ്സ് പേടിച്ചു പോയി ഒരായത്ത് കേൾക്കുമ്പോൾ. ഉമർ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം അത്. എന്ന് മാത്രമല്ല എത്രയെല്ലാ സൗഭാഗ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റമളാനിന്റെ രാത്രിയിൽ പള്ളിയുടെ മുമ്പിലൂടെ നടന്നുപോയി. ഏതാനും പള്ളികളുടെ മുമ്പിലൂടെ നടന്നുപോയി. ഭരണാധികാരിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പള്ളികളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയൊക്കെ തറാവീഹ് മനോഹരമായി നമസ്കരിക്കപ്പെടുകയാണ്. നമുക്കറിയില്ലേ ഈ റമളാനിന്റെ രാത്രികളിൽ സൗദി അറേബ്യയുടെ പള്ളികളുടെ മുമ്പിലൂടെ നടന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരുപാട് പള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ സഞ്ചയങ്ങൾ, അവിടെയെല്ലാം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നവ്വറല്ലാഹു അലാ ഉമറ ഫീ ഖബ്രിഹി കമാ നവ്വറ അലൈനാ മസാജിദനാ ബിൽ ഖുർആൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ അല്ലാഹു തആല പ്രകാശം ചുരിയട്ടെ. കമാ നവ്വറ അലൈനാ മസാജിദനാ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നമ്മുടെ പള്ളികളെ അദ്ദേഹം പ്രകാശപൂരിതമാക്കിയതുപോലെ. ഒരു ഇമാമിന്റെ കീഴിൽ ഒന്നിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നമസ്കാരത്തിന്റെ സംവിധാനം കൊണ്ടുവന്നത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. ആ ഒരു സംവിധാനമാണ് അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് നിലനിൽക്കുന്നത്. പള്ളികൾ മുഴുവൻ പ്രകാശപൂരിതങ്ങളായി റമദാനിന്റെ രാവുകളിൽ നിറഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെയൊക്കെ പുണ്യം ചെന്നു ചേരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തെ പറ്റിയാണ് എന്ന് പറയപ്പെടാറുണ്ട്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി റാകിഅൻ വഖായിമൻ വസാജിദൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. രാവിന്റെ വിവിധ സമയങ്ങളിൽ റുകൂഇലും സുജൂദിലുമായി ഖാനിതായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ,
രാവിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ അള്ളാന്റെ മുമ്പിൽ റുകൂഇലും ഖിയാമിലുമായി ഖാനിത്തായി പേടിച്ചു അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ ശാന്തനായി നിൽക്കുന്ന മനുഷ്യനെന്ന് ഖുർആൻ പറഞ്ഞത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയാണെന്ന് പല മുഫസ്സിരീങ്ങളും പറയാറുണ്ട്. മൻ ഖതമൽ ഖുർആന ഫി റക്അന, ഒരു റക്അത്തിൽ ഖുർആൻ പൂർത്തിയാക്കിയ മനുഷ്യൻ. എന്താ അതൊക്കെ സംഭവം? ഒരു റക്അത്തിൽ ഖുർആൻ പൂർത്തിയാക്കിയ എന്താ സംഭവം? അബ്ദുറഹ്മാൻ തൈമി എന്നവർ പറയാണ്, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇന്ന് മഖാം ഇബ്രാഹിമിൽ വേറെ ആരും എന്നെ ഗാലിബാവരുത് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ തന്നെ ആയിരിക്കണം ഇവിടുത്തെ രാജാവ്, ഇവിടെ എനിക്ക് തന്നെ കൂടുതൽ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു മനുഷ്യങ്ങനെ വരുന്ന എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മാറിക്കൊടുക്കണമല്ലോ. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നാൽ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ചുകൂടി മാറിക്കൊടുത്തു. അങ്ങനെ മൂപ്പര് നിസ്കരിക്കാൻ തുടങ്ങി. ഖുർആൻ ആരംഭിച്ചു. ഹത്താ ഖതമ, ഫാത്തിഹ തുടങ്ങി, സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ട് അവസാനം സൂറത്തുൻ നാസ് ഓതിയിട്ട് ആണ് റുക്ഉ ചെയ്യുന്നത്. സുമ്മ റക്അ. അതൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു റക്അത്തിൽ ഖുർആനായിട്ട് ഖത്മ ചെയ്തിട്ട് സുമ്മ റക്അ വസജദ, റുക്ഉ സുജൂദും ചെയ്തു. ഫഖുൽതു, അപ്പോൾ ഞാൻ മനസ്സിലപ്പോൾ വിചാരിച്ചു വഹിമ ഷെയ്ഖു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തോ എണ്ണം പഴച്ചോ, എന്നൊരു റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ, ഒരു റക്അത്തിലാണിത്. സലാം വീട്ടി. ഫലമ്മാ സ്വല്ല, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു യാ അമീറൽ മുഅ്മിനീൻ ഇന്നമാ സ്വല്ലൈത റക്അത്തൻ വാഹിദ, നിങ്ങൾ ഒരു റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അജൽ ഹിയ വിത്തിരി, ഇതിൻ്റെ വിത്രായിരുന്നു. റക്അത്ത് ഞാൻ ബോധപൂർവ്വം തന്നെ നിസ്കരിച്ചത്, തെറ്റിയതല്ല. ഒരു റക്അത്തിൽ ഖുർആൻ പൂർത്തിയാക്കുക, അതൊക്കെ ഒരു തൗഫീഖാണ്. അല്ലാഹു തആല സമയം നീട്ടിക്കൊടുക്കും. നമ്മൾ ഓതിയാൽ ചിലപ്പോൾ രാത്രി ഒന്നായിട്ടൊരു ഖത്മും ഇനി വാശി പിടിച്ച് ഓതിയാലും ചിലപ്പോൾ തീരൂല, പക്ഷെ തീരും. ഇവിടെ ഒരു ദിവസം 5 ഖത്തം തീർക്കുന്ന മഖറഅത്തുകളുണ്ട്. അവസാനം ജിദ്ദയിൽ ഒരു പുതിയ ഖിറാഅത്തിന്റെ ഹിഫ്ളിന്റെ ഒരു പുതിയ ശൈലി ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ട് അതിന്. അതിന്റെ സ്വഭാവം, അത് ശരിക്കും റിയാദിലോ മറ്റുള്ളൊരു ഷെയ്ഖായിരുന്നു അദ്ദേഹം. ഇവിടെയും അതിൻ്റെ ഒരു ചെറിയ ഒരു പതിപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. പഴയ സങ്കേതങ്ങളിൽ നിന്ന് മാറി ഖുർആൻ ഒരിക്കലും ആവർത്തിക്കാതെ ഹിഫ്ലാക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ നയം. അത് വളരെ വിജയകരമാവുന്നുണ്ട് അത്ര. അതായത് ഓരോ ദിവസവും കണക്കായി കുറച്ച് കൊടുക്കും. ആദ്യം കുറച്ച് ഉണ്ടാവുള്ളൂ, 2 പേജ്, പിന്നെ 4 പേജ്, പിന്നെ 10 പേജ്, ഇങ്ങനെ പഠിക്കണം. ആ പറഞ്ഞ് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അതിന് മുമ്പ് തോന്നാൻ പാടില്ല. സാധാരണ ഹിഫ്ളിൽ ഏറ്റവും പ്രശ്നം ആദ്യമുള്ളത് മറന്നുപോലാണ്, ഹാഫിളിങ്ങൾ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ടൊരു കുട്ടി പഠിക്കുമ്പം പുതിയതും പഠിക്കണം, പഴയത് ആവർത്തിച്ച് ഓതിയിട്ട് നിലനിർത്തും വേണം. ഈ പുതിയ ശൈലിയിൽ ഒരിക്കലും പഴയതിലേക്ക് തിരിച്ചു പോകില്ല. അന്നന്ന് പഠിക്കുന്നത് മാത്രം പഠിക്കുക, അത് നന്നായി ഒരു തെറ്റുമില്ലാതെ പഠിക്കുക, മനസ്സിൽ ശരിക്കും പഠിക്കുക. അങ്ങനെ കൂട്ടി വരും. എന്നിട്ട് 1-ാം ഘട്ടം കഴിഞ്ഞാൽ 2-ാം ഘട്ടം തുടങ്ങും. അപ്പോൾ അത്രയും പഠിക്കാനുള്ള വളരെ വലിയ പ്രവണതകൾ ഒരു പ്രാവശ്യം ഖുർആൻ അങ്ങനെയാണ് പഠിച്ചെത്തുമ്പോഴത്തേക്കായിട്ടുണ്ടാവും, കൂട്ടി വന്നിട്ട്. പിന്നെ ആ സ്പീഡിലാണ് 2-ാം തലക്കെന്ന് രണ്ടാമത് അപ്പളാ തുടങ്ങുന്നത്. ഇത് മാനസികമായി വളരെ നല്ലൊരു ശൈലിയാണെന്ന് അപ്പോൾ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മൾ മനസ്സിൽ ഒരു കാര്യം നന്നായി പതിപ്പിച്ചാൽ പിന്നെ പോവില്ല, അല്ലാതെ അയിമ തന്നെ കെട്ടിമറയില്ല. പഴയതിലേക്ക് പോകുമ്പം പഴയതും പുതിയതും കിടന്നിട്ട് കളിക്കുകയാണ്. ഇപ്പം ഹിഫ്ളിന് ഏറ്റവും നല്ല വഴി ഇതാണെന്ന്. അങ്ങനെ ആ വഴിയിലൂടെ ഒരൊറ്റ ഇരുപ്പിൽ 25 തവണ വരെ ഖത്മ തീർത്തവരുണ്ട് എന്ന് അനുഭവസ്ഥർ പറയുന്നു ഒരു ദിവസം. നമുക്കറിഞ്ഞൂടാ, അല്ലാഹു അഅലം. എന്തായാലും 5 തവണയൊക്കെ ഉള്ളവർ, വളരെ അനുഭവമുള്ളവർ പറയുന്നു. നിസ്കാരത്തിനല്ലാത്ത ഒരു സംഗതിക്ക് ഒഴിവ് കൊടുക്കാതെ, ഭക്ഷണം പോലും കഴിക്കാതെ, അതങ്ങനെ ഒരു പ്രത്യേക ശൈലിയായിട്ട് വാശി പിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ എത്ര ഖത്മ തീർക്കാം. അപ്പം അതൊരു തരം തൗഫീഖാണ്. ഒരു ദിവസം തന്നെ 5 തവണയൊക്കെ ഖത്മ തീർക്കുക. ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു റക്അത്തിലാണ് ഖുർആൻ ഖത്മ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു വല്ലാഹി ലൗ തഹുറത് ഖുലൂബുക്കും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചവനാണ് സത്യം, നിങ്ങളുടെ ഹൃദയമൊക്കെ ശുദ്ധമാണെങ്കിൽ മാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ കലാമ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മതിയാവില്ല. ഹൃദയത്തിന് ശുദ്ധി ഉണ്ടെങ്കിൽ എത്ര ഓതിയാലും മതി വരില്ല, പിന്നെ ഓതാനേ തോന്നും. ഇതാട്ടോ നിർത്താൻ തോന്നാത്തത് കൊണ്ടാണ്. ഒരു റക്അത്ത് തന്നെ ഖത്മാണ്, തീർക്കല്ല. നമ്മളൊരു ജുസ്അ് തീർക്കുകയാണ്, അവർക്കത് തീരാണ്, പിന്നെ തോന്നുകയാണ്. മനസ്സിൽ ഇതിന്റെ ആനന്ദങ്ങൾ കയറിയാൽ പിന്നെ നിർത്താൻ തോന്നൂല. വമാ ഉഹിബ്ബു അൻ യഅതിയ അലയ്യ യൗമുൻ വലാ ലൈലത്തുൻ ഇല്ലാ വഅൻദുറു ഫീ കിതാബില്ലാഹ്
ഒരു രാവോ പകലോ അള്ളാഹിന്റെ കിതാബിൽ നോക്കാതെ കടന്നു പോകുന്നത് എനിക്കിഷ്ടമേയല്ല. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു രാവോ പകലോ അള്ളാഹിന്റെ കിതാബിൽ പാരായണം ചെയ്യാതെ കടന്നു പോവുക, അതെനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ വഫാത്താവുന്ന സമയത്ത്, വധിക്കപ്പെടുന്ന സമയത്ത്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്ന സമയത്ത് താബിയ്യത്തായ അംറത്തു ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഏതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഖുർആൻ ഓതുന്ന മനുഷ്യരാണല്ലോ, അവസാനം ഓതിയ ആയത്ത് ഫതഖൂലു, ആയിഷ ബീവി പറയാണ്, അവർ പറയാണ്, ആയിഷ ബീവിന്റെ ഒപ്പം ഞാനിങ്ങനെ പുറപ്പെട്ടു, സനത ഖുത്തില ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ മക്ക, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട വർഷം ഞാൻ ആയിഷ ബീവിന്റെ ഒപ്പം മക്കത്തേക്ക് പോയി. അങ്ങനെ മദീനയിലൂടെ രണ്ടാമത് ഞങ്ങൾ നടന്നു വരുമ്പോൾ ഫറഅയ്നൽ മുസ്ഹഫ് അല്ലദീ ഖുത്തില ഉസ്മാൻ വഹുവ ഫീ ഹിജ്രിഹി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മടിയിലുണ്ടായിരുന്ന ഖുർആൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ മടിയിലാണ് അവസാന ഖുർആൻ അദ്ദേഹം വധിക്കപ്പെട്ടപ്പോൾ വീണത്. അവിടെ ആ ഖുർആൻ ഞാൻ കണ്ടു. ഫകാനത്ത് അവ്വല ഖത്റത്തിൻ ഖത്റത്ത് മിൻ ദമിഹി അലാ ഹാദിഹിൽ ആയ, വധിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചോരയിൽ നിന്ന് ആദ്യത്തെ ചോര തെറിച്ച ആയത്ത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം, സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തായിരുന്നു. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ കാര്യം നിങ്ങൾക്ക് അല്ലാഹു തആല മതിയാക്കി തരും, അവരെ കാര്യമൊക്കെ അല്ലാഹ് നോക്കും, നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള എല്ലാ പ്രശ്നവും അല്ലാഹ് മതിയാക്കി തരുമെന്ന് പറഞ്ഞ ആയത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോര വീണത്. അംറത്ത് എന്ന താബിയ്യത്തായ സ്ത്രീ പറയാണ്, ഫവല്ലാഹി മാ മാത അഹദും മിൻ ഖതലതിഹി മൗതതൻ സവിയ്യ, ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്ന ഒരാളും നേരെ ചൊവ്വേ മരിച്ചിട്ടില്ല. ഫസയക്ഫീകഹുമുല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പാതിരാവുകളെ പറ്റി പറയാൻ നമുക്ക് സമയമില്ല. ഒരിക്കൽ അദ്ദേഹത്തെ വിശദീകരിച്ചുകൊണ്ട് ളിറാർ ഇബ്നു ഹംസത്തുൽ കന്നാനി എന്നവർ പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവോട് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു. ഫകഅന്നി അസ്മഉഹുൽ ആന യഖൂൽ, ഇപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആകളും രാത്രിയിലെ പ്രാർത്ഥനകളും ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. യാ റബ്ബന യാ റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് യതദറഉ ഇലൈഹി, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് അല്ലാഹുവോട് ഭക്തി പാരവശ്യത്തോടെ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനകൾ. എന്നിട്ട് അദ്ദേഹം ദുനിയാവിനോട് പറഞ്ഞു, ഇലയ്യ തഗറർതി അം ഇലയ്യ തശവഫ്തി ഹൈഹാത്ത് ഹൈഹാത്ത് ഉരി ഗൈരി ഖദ് ബത്തത്തുക സലാസ, എന്നെയാണോ ദുനിയാവേ നീ വഞ്ചിക്കാൻ വരുന്നത്, എന്നെയാണോ നീ കൊതിപ്പിക്കാനും മോഹിപ്പിക്കാനും വരുന്നത്, ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. ഫഉംറുക ഖസീർ, കാരണം ദുനിയാവേ നിന്റെ ആയുസ് കുറവാണ്. വമജ്ലിസുക ഹഖീർ, നിന്റെ സദസ്സ് നിസ്സാരമാണ്. വഖതറുക യസീർ, നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. ആഹ് മിൻ ഖില്ലത്തിസ്സാദ്, എനിക്ക് ആഖിറത്തിലേക്ക് കൊണ്ടുപോവാനുള്ള ഭക്ഷണം കുറവാണല്ലോ എന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. വബുഇദു സഫർ, യാത്രയുടെ ദൂരമാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. വവഹ്ശതു ത്വരീഖ്, വഴിയുടെ ഏകാന്തതയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ദുനിയാവിന് 3 ത്വലാഖും ചൊല്ലിയായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നടന്നിരുന്നത്. ദുൽബിജാദീൻ റളിയല്ലാഹു തആല അൻഹു മറ്റൊരു പ്രമുഖനായ സ്വഹാബി. ദുൽബിജാദീൻ തബൂക്ക് യുദ്ധത്തിന്റെ രാത്രികളിൽ ഒന്നിൽ തബൂക്കിന്റെ മണരാരണ്യത്തിൽ ഖൈമ കെട്ടി സ്വഹാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രാത്രി കഴിഞ്ഞു കൂടുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, രാത്രി ഒരു കിടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, മണ്ണ് കിടക്കുന്ന ശബ്ദം തമ്പിന്റെ പുറത്ത്. ഞാൻ ഇറങ്ങി നോക്കി, അപ്പോ അവിടെ ഒരു ഖബർ കുഴിക്കുകയാണ്. ആരാണ് ഖബർ കുഴിക്കുന്നതെന്നോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഒക്കെ ചേർന്നുകൊണ്ട് തബൂക്കിന്റെ മണരാരണ്യത്തിൽ യുദ്ധത്തിന് വന്നെടുത്ത് രാത്രി തമ്പിൽ നിന്നിറങ്ങിയിട്ട് ആളുകൾ മുഴുവൻ ഉറങ്ങുമ്പോൾ അവരൊരു ഖബർ കിളച്ചുകൊണ്ട് അവസാനം ഒരു മയ്യത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങി ആ ഷറഫാക്കപ്പെട്ട 2 കൈകളെ കൊണ്ട് ഒരു മയ്യത്ത് ഏറ്റുവാങ്ങി. ആ മയ്യത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഇയാളെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീയും തൃപ്തിപ്പെടണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കൈകൊണ്ട് ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുകയാണ്. ആ സമയത്ത് കണ്ണീരോടെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചവനെ, ഞാൻ ഈ മനുഷ്യരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീയും തൃപ്തിപ്പെടണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, യാ ലൈതനി കുന്തു മകാനഹു ഫീ ഹുഫ്റതിഹി, ഈ ഖബറിൽ മറമാടപ്പെടുന്ന മനുഷ്യൻ ഞാനായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് മറമാടപ്പെടാനും പടച്ചവനെ ഞാൻ ഈ മനുഷ്യനെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീയും തൃപ്തിപ്പെടണമെന്ന ദുആ കിട്ടാനും ഞാനായിരുന്നു ഈ മയ്യത്തെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ദുൽ ബിജാദൈൻ എന്ന് പറയപ്പെടുന്ന അബ്ദുല്ല എന്ന പേരുള്ള മഹാനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ എളാപ്പയുടെ പിതൃവ്യന്റെ സംരക്ഷണത്തിൽ മദീനയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്താണ് എല്ലാ ചെലവും നൽകിയിരുന്നത് പിതൃവ്യനാണ്, വാപ്പാന്റെ സഹോദരൻ. അപ്പോഴാണ് ദുൽ ബിജാദൈനി എന്ന അദ്ദേഹത്തിന്റെ അന്നത്തെ പേരതല്ല, അബ്ദുൽ ഉസ്സ എന്നായിരുന്നു മുസ്ലിം ആകുന്നതിന് മുമ്പ്. അങ്ങനെ അബ്ദുൽ ഉസ്സ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ഇസ്ലാമിൽ താല്പര്യം തോന്നിയത്. പിതൃവ്യനോട് പറഞ്ഞു, എളാപ്പാനോട് പറഞ്ഞു, ഞാൻ മുസ്ലിം ആവാൻ ഉദ്ദേശിക്കുന്നു. എളാപ്പ പറഞ്ഞു, മുസ്ലിം ആയാൽ നിനക്ക് ഞാൻ ഇനി ഒരു ചെലവും ചെയ്യില്ല എന്ന് മാത്രമല്ല, തന്നത് മുഴുവൻ ഞാൻ തിരിച്ചു വാങ്ങും. പാവപ്പെട്ട ദുൽ ബിജാദൈനി ഫഅബാ ഇല്ലാ അൻ യുസ്ലിം, പക്ഷെ അദ്ദേഹം കൂട്ടാക്കിയില്ല, എന്തായാലും വേണ്ടില്ല, മുസ്ലിമായേ പറ്റൂ. അങ്ങനെ നൽകിയത് മുഴുവനും തിരിച്ചു വാങ്ങിയ കൂട്ടത്തിൽ വസ്ത്രം പോലും തിരിച്ചു വാങ്ങി. ഫന്തലഖ ഇലാ ഉമ്മിഹി മുജറദാ, ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ വസ്ത്രമില്ലായിരുന്നു. സ്വന്തം ഉമ്മാന്റെ അടുത്തേക്ക് വസ്ത്രമില്ലാതെ ഓടിച്ചെന്ന മകനെ കണ്ടപ്പോ ഉമ്മ ഫഖാമത് ഇലാ ബിജാദിൻ ലഹാ മിൻ ശഅരിൻ ഔ സൂഫിൻ, രോമം കൊണ്ടുണ്ടാക്കിയ ഒരു കരിമ്പടം എടുത്തു കൊടുത്തു. എന്നിട്ട് ഫഖതഅതുഹു ഇസ്നൈനി ഫത്തസറ ബിഅഹദിഹിമാ വർതദൽ ആഖർ, ആ കരിമ്പടം രണ്ടായി കീറിയിട്ട് ഒന്നുടുക്കുകയും മറ്റേ പുതക്കുകയും ചെയ്തു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. സുബ്ഹിന്റെ സമയത്ത് നബി തങ്ങളോടൊപ്പം സുബ്ഹി നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കരിച്ച എല്ലാവരെയും ഒന്ന് പരിശോധിക്കും, നോക്കും ആരൊക്കെയാണ് സുബ്ഹിക്ക് വന്നത്, പുതിയ ആരെങ്കിലും ഉണ്ടോ. അങ്ങനെ എല്ലാവരും നോക്കിയപ്പോ ഫറആഹു, ഇദ്ദേഹത്തെ കണ്ടു. അപ്പൊ ചോദിച്ചു, മന്നന്ത, നിങ്ങളാരാ, പുതിയൊരാള്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുൽ ഉസ്സ, ഞാൻ അബ്ദുൽ ഉസ്സയാണ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൽ അൻത അബ്ദുല്ലാഹി ദുൽ ബിജാദൈൻ, ഇനി മുതൽ നീ അബ്ദുൽ ഉസ്സയല്ല, നീ അബ്ദുള്ളയാണ്. ദുൽ ബിജാദൈൻ, രണ്ട് പുതപ്പിന്റെ ആളായ അബ്ദുള്ള. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടത് അങ്ങനെ, ഒരു പുതപ്പ് കീറി രണ്ട് വസ്ത്രമാക്കിയ അബ്ദുള്ള എന്ന പേരിൽ ദുൽ ബിജാദൈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിക്കും, പക്ഷേ ഖുർആൻ കുറച്ച് ഉറക്കെ ഓതുക, ഉറക്കെയാണ് ഓതുക. ഇവിടെ നേരത്തെ ഉമർ അള്ളാഹിനെ പറ്റി പറഞ്ഞതിലും കൂടുതൽ ഉറക്കെയാണ് ഓതുക. ഇപ്പൊ ചില സഹാബികൾക്ക് തോന്നി, ഇതിങ്ങനെ കേൾക്കാനാ അപ്പൊ ഇങ്ങനെ ഉറക്കോതിന് രാത്രി അടുത്ത വീടുകളിലേക്കൊക്കെ കേൾക്കാനാണോ മൂപ്പര് ഓതുന്നത്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ രാത്രി നടക്കുമ്പോഴാണ് ഉറക്കങ്ങനെ ഓത്ത് കേൾക്കുന്നത്. ഖുർആൻ ഉറക്കെ ഓതുന്നു, അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കെ ദിക്റും ചൊല്ലുന്നു. അപ്പൊ ചില സഹാബത്ത് ചോദിച്ചു, ആ മുറായിൻ ഹാദ, ഇയാളിപ്പോ ആളെ കേൾപ്പിക്കാനാണോ അപ്പൊ ഇങ്ങനെ ഉറക്കെ ചെല്ലുന്നത്? സഹാബത്താണല്ലോ ഓരൊക്കെ ചെയ്യണമെന്നല്ല ഇപ്പൊ ഇതൊരാൾ മാത്രം ചെയ്യണ പണിയല്ല, ഇവരൊക്കെ ചെയ്യണത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ അത്ഭുതം തോന്നിയില്ല. എന്താ അപ്പൊ ഇയാൾ ഈ ഉറക്കോതുന്നത് എല്ലാവരും കേൾപ്പിക്കാനോ? ആ മുറായിൻ ഹാദ, ഇയാൾ ഇങ്ങനെ ആളെ കാണിക്കാനാണോ എന്ന് ചില ആളുകൾ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅദല്ലാഹ് ഹാദാ അബ്ദുല്ലാഹി ദുൽ ബിജാദൈൻ, ഇത് അബ്ദുല്ലാഹി ദുൽ ബിജാദൈൻ ആണ്, ലോകത്ത് ആരെയും കാണിക്കാൻ അമൽ ചെയ്യുന്ന മനുഷ്യനല്ല. കല്ലാ ഇന്നഹു അവ്വാബ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മനുഷ്യനാണ്. മറ്റൊരു റിവായത്തിൽ ദഅഹു ഫഇന്നഹു അഹദുൽ അവ്വാബീൻ, അവ്വാബീങ്ങളിൽപ്പെട്ട മനുഷ്യനാണ്, അയാളെ പറ്റി അങ്ങനെ പറയേണ്ടെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞു. ചില മനുഷ്യരുടെ പ്രകൃതിയാണ്, അവരതിൽ ലഹരി പൂണ്ടുകൊണ്ട് അവരങ്ങനെ ഉറക്കെ ചെല്ലും. അവരുടെ മനസ്സിൽ മറ്റൊരാൾ കേൾക്കണം എന്നുണ്ടായിട്ടല്ല, അത് അവരുടെ ഒരു ലഹരിയാണ്. ആ ലഹരിയിൽ അവരങ്ങനെ ഉറക്കെ ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ഉറക്കോതും. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ റഹം അബ്ബാദ, പടച്ചവനെ അബ്ബാദിനെ നീ റഹ്മത്ത് ചെയ്യണമെന്ന്. അദ്ദേഹം പ്രകാശത്തോടെ നടക്കുമായിരുന്നു, അദ്ദേഹത്തിന്റെ വടി പ്രകാശിക്കുമായിരുന്നു. രാത്രി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വടി പ്രകാശിക്കുന്ന കറാമത്ത് സഹാബത്തിനിടയിൽ തന്നെ, സഹാബികൾക്ക് പലർക്കും പല കറാമത്തും ഉണ്ട്,
പക്ഷേ ഇദ്ദേഹം ഈ കറാമത്ത് കൊണ്ട് പ്രസിദ്ധനായിരുന്നു. ഇരുട്ടത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വടി പ്രകാശിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലായി തബൂക്ക് യുദ്ധത്തിന്റെ ദിവസത്തിൽ രാത്രി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹവും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുമാണ് ദാത്തുർ റിഖാ യുദ്ധത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രാത്രി ശത്രുക്കളുടെ ആക്രമണ ഭീതിയിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രത്യേകിച്ചും ഒരു പ്രത്യേക സാഹചര്യം അതിനുണ്ടായിരുന്നു. ഒരാൾ എങ്ങനെയും ഏതെങ്കിലും ഒരു സഹാബിയെ ഞാൻ വകവരുത്തുമെന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു ശത്രുക്കൾ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു കാവലായി അന്ന് മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടിയാണ് രാത്രി കാവൽ നിന്നത്. ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ ആരെങ്കിലും ഒക്കെ കാവൽ നിൽക്കണമല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി മലച്ചെരുവിൽ ശത്രുക്കളൊക്കെ വരാൻ സാധ്യതയുള്ള വഴിയിൽ ഇങ്ങനെ കാവലായി നിൽക്കുക. അപ്പോൾ അൻസാരിയായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു മുഹാജിരിയായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അയ്യുൽ ലൈലി അഹബ്ബു ഇലൈക അൻ അക്ഫീക, രാത്രിയിൽ ഏതു ഭാഗമാണ് ഞാൻ നോക്കേണ്ടത്? അവ്വലഹു ഔ ആഖിറഹു, ആദ്യമോ അവസാനോ? അവർ ഷിഫ്റ്റ് ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഖാല അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ ഇക്ഫിനി അവ്വലഹു, രാത്രിയുടെ ആദ്യ ഭാഗം ഈ നോക്കിക്കോ. അങ്ങനെ ഫൽതജാൽ മുഹാജിരിയു, അമ്മാർ റളിയല്ലാഹു അൻഹു ഉറങ്ങി. ഞാനിപ്പോൾ ഉറങ്ങാം, ഞാൻ രാത്രി വൈകി എണീക്കാം, നീ ആദ്യം നോക്കുക, രണ്ടാമത്തെ ഷിഫ്റ്റ് ഞാൻ നോക്കാറ്. അങ്ങനെ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഹാബികളിൽ ആരെയെങ്കിലും ചോരയൊലിപ്പിക്കാതെ ഞാൻ നിൽക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത ഈ മനുഷ്യൻ വരുന്നത്. അങ്ങനെ ഒരാളിങ്ങനെ നിന്ന് നിസ്കരിക്കണം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇയാള് കാവൽ നിൽക്കുന്ന ആളായിരിക്കും. ഒരമ്പ് കൊണ്ട് മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു എറിഞ്ഞു. അത് അദ്ദേഹത്തിന് കൊണ്ടു. ആ അമ്പ് ഇങ്ങനെ അങ്ങോട്ട് ഊരിയെടുത്തു. നിസ്കാരം തുടർന്നു. വസബത ഖായിമൻ യുസല്ലി, നിസ്കാരം തുടർന്നു. സുമ്മ റമാഹു ബിസഹ്മിൻ ആഖറ, രണ്ടാമത്തെ ഒരു അമ്പ് ചെയ്തു. ആ അമ്പും അദ്ദേഹത്തിന് കൊണ്ടു. ഫനസഅഹു വസബത ഖായിമൻ യുസല്ലി, കൊണ്ട് അമ്പ് ഊരിയെടുത്തുകൊണ്ട് വീണ്ടും നിസ്കാരം തുടർന്നു. മൂന്നാമത്തെ അമ്പ് ചെയ്തു, അതും കൊണ്ടു, അപ്പോഴും ഊരിയെടുത്ത്. സുമ്മ റകഅ സജദ, എന്നിട്ട് പെട്ടെന്ന് റുക്കൂഉം സുജൂദും ചെയ്തു. സുമ്മ അഹബ്ബ സാഹിബഹു, കൂട്ടുകാരനെ ഉണർത്തി. അപ്പോഴൊക്കെ കൂട്ടുകാരൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയാതെ ഉറങ്ങുകയാണ്. അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൊക്കെ ചോരയാണ്. അദ്ദേഹം ചോദിച്ചു, സുബ്ഹാനല്ലാഹ് ഫലാ അഹ്ബബ്തനി അവ്വല മാ റമാക്, എന്റെ ഒന്നാമത്തെ അമ്പ് കൊണ്ടപ്പോൾ തന്നെ നീ എന്നെ ഉണർത്താതിരുന്നത്? ഖാല അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു ഫീ സൂറത്തിൻ അഖറഉഹാ, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫലം അഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ, അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിർത്താൻ എനിക്ക് തോന്നിയില്ല. ഒരു സൂറത്ത് ഇങ്ങനെ നിസ്കാരത്തിൽ ഓതിയപ്പോഴേ അത് പൂർത്തിയാണതിന് മുമ്പ് അമ്പ് കൊണ്ടിട്ടു അതിങ്ങനെ ഊരിയെടുക്കുക, പിന്നെ ഓതുക, അത് നിർത്താൻ തോന്നിയില്ല. അങ്ങനെ വീണ്ടും ആവർത്തിച്ച് അമ്പെയ്തപ്പോഴാണ് ഞാൻ റുക്കൂഉം സുജൂദും പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങളെ അറിയിച്ചത്. വഅയ്മുല്ലാഹി ലൗലാ അൻ ഉദയ്യ സിഗ്റൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി ലഖതഅ നഫ്സി ഖബ്ല അൻ അഖ്തഅഹ ഔ ഉൻഫിദഹ, പടച്ചവനാണ് സത്യം, എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വരുന്ന ശത്രുവിനെ കാക്കണമെന്ന ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നമസ്കാരം പൂർത്തിയാക്കുകയല്ലാതെ നിങ്ങളെ വിളിച്ചുണർത്താൻ വേണ്ടി ധൃതി കൂട്ടുമായിരുന്നില്ല. ഇനിയും ഞാൻ നിങ്ങളെ വിളിച്ചുണർത്താതിരുന്നാൽ ശത്രു അവന്റെ ലക്ഷ്യം നേടുമെന്ന്, അപ്പൊ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിർവഹിക്കാത്തവനാകും. അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിയത്. അല്ലെങ്കിൽ ഇനിയും എനിക്ക് താല്പര്യം നിസ്കാരം തുടരാനാണ്. ഇങ്ങനെയൊക്കെയാണ് അവരൊക്കെ നിസ്കാരം തുടർന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആഗ്രഹിച്ചത് അവർ നേടിയത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ. ഒരു ദിവസം അദ്ദേഹം അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, യാ അബാ സഈദ് റഅയ്തു ലൈലത കഅന്ന അസ്സമാഅ ഖദ് ഫുരിജത് ലി സുമ്മ ഉത്ബിഖത് അലയ്യ. അബൂ സഈദ് എന്നവരെ ആകാശം പിളർന്നിട്ട് പിന്നെ എൻ്റെ മേൽ അതായിട്ട് കൂടിയതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഹിയ ഇൻഷാ അല്ലാഹ് ഷഹാദ, അത് ഷഹാദത്തായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആകാശം ഇങ്ങനെ പിളർന്നിട്ട് പിന്നെ ഞാനായിട്ട് മോൾക്ക് പോയിട്ട് അതായിട്ട് കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഖൈറൻ വല്ലാഹി റഅയ്ത്, നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ കണ്ടത് എന്ന്. അങ്ങനെ പിന്നീട് യമാമ യുദ്ധത്തിന്റെ ദിവസം മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു
രാത്രി തഹജ്ജുദ് മുഴുവനും നമസ്കരിച്ചു, ഒരുപാട് ഖുർആൻ ഓതി തഹജ്ജുദ് നമസ്കരിച്ച് ആ ക്ഷീണത്തിൽ അദ്ദേഹം കിടന്നപ്പോ കൂട്ടുകാരൊക്കെ മുസൈലിമത്ത് ബിനുൽ കദ്ദാബിന്റെ കോട്ട പടയാൻ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിച്ച് ക്ഷീണിച്ച് കിടക്കാൻ നമ്മൾ വിളിക്കണ്ട. അങ്ങനെ അവർ പോയപ്പോ ശത്രുക്കളിൽ ചിലർ ഈ തക്കം കണ്ടു. ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സ്വഹാബി, അവരോടി വന്ന് അദ്ദേഹത്തെ കൊന്നു. അപ്പോഴത്തേക്ക് അറിഞ്ഞെത്തിയ തന്റെ കൂട്ടുകാർ കണ്ടപ്പോഴത്തേക്ക് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ കൊന്നു കഴിഞ്ഞിരുന്നു. രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ച് ഒരു യുദ്ധത്തിന്റെ വേളയില് ഷഹീദായി അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട അദ്ദേഹം യാത്രയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ. നിസ്കാരം ഒരു അനുഭവമായി, അനുഭൂതിയായി, ഒരു ലഹരിയായി, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതിയായി കൊണ്ട് നടന്ന മഹാന്മാരായ സ്വഹാബത്ത്, താബിഈങ്ങളുടെ ചരിത്രം പറഞ്ഞാൽ ഇനി എത്രയാണ് മഹാന്മാരായ എത്രയെത്ര താബിഈങ്ങളുടെ ചരിത്രം. ഒരാൾ നിസ്കരിക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗം തകർന്നു വീണിട്ട് ആളുകളൊക്കെ വേവലാതിയോടെ ഓടി വന്നു. അങ്ങാടിയിൽ നിന്ന് പള്ളിയുടെ ഒരു ഭാഗം തകർന്നു വീണിട്ട് വന്നു നോക്കുമ്പോഴും നിസ്കരിക്കുന്ന ആള് സുരക്ഷിതനായി നിസ്കരിക്കുമ്പോൾ അവര് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയായിട്ട് പറഞ്ഞു, ഉഹന്നിഉക ബിസ്സലാമ, അൽഹംദുലില്ലാഹി അലസ്സലാമാറല്ലേ, നിങ്ങളെ രക്ഷപ്പെട്ടതിന് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പം എന്തേ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. പള്ളിയുടെ ഒരു മൂല തകർന്നു വീണപ്പോ നിങ്ങൾ കുടുങ്ങിയില്ല. ഞാൻ വല്ലാഹി മാ ശഅർതു, അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങാടിയിലുള്ളവർ അറിഞ്ഞ ഒരു തകർച്ച, പള്ളിക്കുള്ളിലുള്ളവർ അറിയാത്ത നിസ്കാരം. അങ്ങനെ എത്രയെത്ര നിസ്കാരം നമ്മൾ കേട്ട, എത്രയെത്ര കഥകൾ, എത്രയെത്ര മനുഷ്യന്മാര് അമ്പിങ്ങനെ കൊണ്ടിട്ട് പറിച്ചെടുക്കാൻ കഴിയാത്ത വേദനയിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറിച്ചോളൂ എന്ന് പറഞ്ഞവര്. അതൊക്കെയാണ് നിസ്കാരത്തിൽ ഓരോരുത്തർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഭക്തി. അവര് നിസ്കരിച്ച് നേടുന്ന സ്വർഗത്തിലേക്ക് പോവാൻ ഒരു ചെറിയ ശ്രമം, ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിഗണന, അത് മാത്രം മതി, ബാക്കി അള്ളാഹു ഏറ്റെടുക്കും. നിസ്കാരം എന്ന് പറഞ്ഞത് ഒരു എടങ്ങേറ് തീർക്കുന്ന ഒരു സംഭവമാക്കാതെ അതൊരു വലിയ കിട്ടിയൊരു വലിയ സൗഭാഗ്യം. മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞില്ലേ, താബിഈങ്ങളിൽപ്പെട്ട വലിയൊരാളോട് നിങ്ങൾ നിസ്കാരത്തിന് ഇമാമത്തിക്ക് പറഞ്ഞപ്പം തർക്കിക്കുമല്ലോ സാധാരണ, 20 പൈസ 30 പൈസ ഒക്കെ ആട്ടും ഇങ്ങടേക്ക്. ആ കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു ഞാൻ അടുത്തേ നിന്നോട് എന്തിങ്ങനെ നെക്കിയാറുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, പടച്ചോനാണ് സത്യം, ഇന്ന് വരെ ഒരു നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരാന്ന് കരുതാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ അടുത്തേ നിൽക്കാന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഏതൊരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ അതെന്റെ അവസാനത്തെ നിസ്കാരാണെന്ന് കരുതിയിട്ടല്ലാതെ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. എന്താ ഉറപ്പ് നമ്മളിനി അടുത്തൊരു നിസ്കാരം നിസ്കരിക്കുന്നു? ഏതെങ്കിലും ഒരു നിസ്കാരം നമ്മൾ അവസാനത്തെ നിസ്കാരം ആവുമല്ലോ ഉറപ്പായിട്ടും. അതുകൊണ്ട് ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും പഠിച്ചോനെ ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ നിസ്കാരക്കാരൻ, അതുകൊണ്ട് ഇത് ഞാനൊന്ന് നന്നാക്കി നിസ്കരിക്കണം എന്നാണ് വിചാരിച്ചാൽ തന്നെ കുറെ ഖുശൂ വരും. അങ്ങനെ വിചാരിക്കുക. ചിലപ്പോൾ എന്തുകൊണ്ടായിക്കൂടാ ഇതെന്റെ അവസാനത്തെ നമസ്കാരം, ഇനിയൊരു നിസ്കാരത്തിന് എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് ഓരോ നിസ്കാരവും പടച്ചവന്റെ മുമ്പിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് എന്ന പരിഗണനാപൂർവം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മറ്റെല്ലാം മറക്കുക. എന്നിട്ട് ചെവിയുടെ നേരെ, നമ്മുടെ തള്ളവിരൽ ചെവിയുടെ കുന്നിയുടെ നേരെ ഉയർന്നു നിൽക്കുക. കൃത്യമായിട്ട് അങ്ങനെ അങ്ങോട്ട് നിന്നിട്ടൊക്കെ ഒരു ശ്രദ്ധ വേണം, അല്ല അങ്ങനെ എന്തെങ്കിലും കാട്ടില്ല. അങ്ങനെ നിന്നിട്ട് വളരെ കൃത്യമായി അവിടുന്നാണ് പിന്നെ അല്ലാഹു അക്ബർ എന്നാണ് തുടങ്ങുന്നത്. അക്ബർ എന്ന് പറയുമ്പം നമ്മൾ കൈകെട്ടി തീർന്നിരിക്കണം. എന്നിട്ട് 2 മണികണ്ഠങ്ങൾ എന്ന് പറയല്ലോ ഇവിടുത്തെ 2 എല്ലിന്, അത് രണ്ടിനെയും പിടിച്ചുകൊണ്ട് വളരെ കൃത്യമായി പൊക്കിളിന് മീതെയും നെഞ്ചിന് താഴെയായിട്ട് അങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ സുജൂദിന്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. മനസ്സിൽ മുഴുവൻ അല്ലാത്ത ഒരു ചിന്തി വരാതെ വരുമ്പോൾ തന്നെ തടുക്കുക. എങ്ങനെങ്കിലും അറിയാതെ പോയാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനൊരു ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചൊല്ലുന്ന ദിക്റുകളിലൊക്കെ മനസ്സിങ്ങനെ കൊണ്ടുവരിക. ഓരോ കാര്യവും ആവശ്യത്തിന് ശ്വാസം വിട്ട് ഒക്കെപ്പാട് ഒരു തിരക്കും ആക്കണ്ട. നമ്മൾ ഈ സമയം ജീവിതത്തിൽ ചെലവഴിച്ച ഏറ്റവും നല്ല സമയം നിസ്കാരത്തിലായിരിക്കും. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വല, നമ്മളോട് ആദ്യത്തെ വിചാരണ നിസ്കാരമായിരിക്കും. അതിലൊരു മനുഷ്യർ രക്ഷപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പിന്നുള്ളതൊന്നും പ്രശ്നമാവൂല. അതിൽ രക്ഷപ്പെടാത്തവന് പിന്നുള്ളത് കൊണ്ട് ഒന്നും കാര്യമില്ലാന്ന്. അത് രണ്ടും വളരെ ഗൗരവമാണ്. ഒന്നാമത്തെ ഈ ചെക്ക് പോസ്റ്റ് നമുക്ക് വിജയകരമായി കടക്കണമെന്നൊരു ഉദ്ദേശത്തോടെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധയിൽ കുറേ ചെയ്യുന്നതിനേക്കാളൊക്കെ പുണ്യം ചെയ്യുന്നത് നന്നാക്കി ചെയ്യലാണ്. ചെയ്യുന്നത് നന്നാക്കി ചെയ്യുക, കാട്ടിക്കൂട്ടലാക്കാതെ മനസ്സമാധാനത്തോടെ കുറച്ച് ശാന്തതയോടെ ശ്വാസമൊക്കെ വിട്ട് ഓരോ ശക്തിയും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ട് വേണം സൂറത്ത് തുടങ്ങാൻ. സൂറത്ത് ഓതി കഴിഞ്ഞ് ഒരു ശ്വാസം വിട്ടിട്ട് വേണം റുക്വയിലേക്ക് പോവാൻ. അല്ലാഹു അക്ബർ
അല്ലാതെ ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദാണ് ഇപ്പൊ നമ്മൾ സൂറത്ത് ഓതുന്നതെങ്കിൽ അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് തീരൽ റുക്കൂയിലെത്തുമ്പോഴാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ പറയണ്ടേ? സമയ സത്യത്തിൽ ലാഭം കിട്ടിയില്ലല്ലോ, ശൈത്താൻ കളിക്കല്ലാതെ എന്താ അവിടെ ഉള്ളത്? പറയാണ്ട് ഇങ്ങോട്ടും അല്ലാഹു അക്ബർ പറയും. ഇത് ആദ്യം തന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ് ശ്വാസം വിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പോയാൽ ഖുശൂ ഉണ്ടാവും. പ്രശ്നം അതല്ല, ഏകദേശം അവസാനം എത്തുമ്പോൾ അടുത്ത് തുടങ്ങിയിരിക്കും. അതുകൊണ്ടായി ഖുശൂ വരാത്തത്. എന്നിട്ട് ഇതൊക്കെ തീർക്കാതെ നമ്മൾ പോരുന്നുണ്ടോ? തീർക്കും. ഓരോന്നും തീർക്കുന്നത് അടുത്തയിലെത്തിയിട്ടാണ്. അവിടെയാണ് യഥാർത്ഥ പ്രശ്നത്തിന്റെ കാതല്. നമ്മൾ ഓരോന്നും ഫിനിഷ് ചെയ്യുന്നത് അടുത്ത കളത്തിലേക്ക് ചാടിയിട്ടാണ്. അവിടെയാ പ്രശ്നം. അതുകൊണ്ട് ഓരോന്ന് ഫിനിഷ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവാം. അതിന് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് വ്യത്യസ്തമായി നോക്കേണ്ടി. ആകെ വരുന്ന വ്യത്യാസം 2 മിനിറ്റിൽ താഴെയായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന മാതിരി നിസ്കരിക്കുന്നതും ഒരു ധൃതി പിടിച്ച് നിസ്കരിക്കുന്നതും തമ്മിൽ ആകെ വരുന്ന വ്യത്യാസം 2 മിനിറ്റിൽ താഴെ വരുള്ളൂ. ഈ ഒരു 2 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് എന്താ നേടാനുള്ളത്? ശൈത്താൻ തോന്നിക്കാണ് എന്തൊക്കെയോ ധൃതി ഉണ്ട്, ഇപ്പം വേഗം പോകണം, ഒരു സ്പീഡാക്കണം എന്ന് മാത്രമല്ല. ഒരു ഇമാം അല്പ സാവധാനത്തോടെ നിസ്കരിച്ച ഒരു അസ്വസ്ഥതയാണ്, ഇയാളത് തീരൂല. സത്യത്തിൽ അതല്ലല്ലോ വേണ്ടത്. ഇമാമിയങ്ങൾക്ക് മഅ്മൂമിങ്ങളെ മൊത്തം പരിഗണിക്കണം. അതുകൊണ്ട് വല്ലാതെ താമസിപ്പിക്കാൻ പാടില്ല എന്നാ വിശ്വാസങ്ങൾ പറഞ്ഞു. ഫഇന്ന ഫീകുമുൽ ദഈഫ വൽ മരീദ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും ദുർബലരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അധികമായി ഇമാമായി നിസ്കരിക്കുമ്പോൾ നീട്ടരുത്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ധൃതി കൂട്ടുന്നത്. പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ അതിന് സഹായം തേടിക്കൊണ്ടാവരുത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പ ശ്രദ്ധയോടെ നിസ്കാരം എനിക്ക് ഖുശൂഅോടെ നിർവഹിക്കണം എന്ന് തീരുമാനിക്കൽ തന്നെയാണ് എൻ്റെ വഴി. അതിൻ്റെ ആദ്യപടിയായി നല്ലോണം വുദൂഅൊക്കെ ഉണ്ടാക്കി അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ റബ്ബി ഇന്നി അഊദു ബിക അൻ യഹ്ദുറൂൻ എന്നൊക്കെ ചൊല്ലിയിട്ട് നിസ്കാരത്തിൽ ശൈത്താൻ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് മനസ്സാന്നിധ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിച്ച് ഓരോ അമലുകളും അത്യാവശ്യ ശക്തിയോടും തുമഅനീനത്തോടും കൂടി ചെയ്ത് മനസ്സിലേക്ക് കഴിയുന്ന ദിക്റിൻ്റെ അർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ നിസ്കരിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും. പിന്നെ ആ നിസ്കാരം നമുക്കിങ്ങനെ ക്രമേണ ഒന്നാമത്തെ ദിവസമല്ല, ചിലപ്പോൾ ഒരു 6 മാസം ഒരു കൊല്ലം അതിന് സമയം പിടിക്കും. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ചെറിയ സമയം കൊണ്ട് തന്നെ നിസ്കാരം നമ്മുടെ മനസ്സിന്റെ ഒരു ലഹരിയാവും. അങ്ങനെയായാൽ പിന്നെ ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിസ്കാരമായി മാറും. അപ്പോൾ വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയായിരിക്കും അവന് പള്ളിയുടെ പുറത്തുള്ള ഏത് സ്ഥലങ്ങളെക്കാളും ഇഷ്ടമുള്ള സ്ഥലം. അതിലേക്ക് അവൻ ഇങ്ങനെ മാറി വരും. അങ്ങനെ മാറി വന്നാൽ കിട്ടാൻ പോകുന്നത് അർശിന്റെ തണലായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ജിദ്ദ ഇസ്ലാമിക് സെന്റർ 643031 6041 ദാറുസ്സലാം ഹോട്ടൽ സുന്ദുസിന് സമീപം ബഗ്ദാദിയ ജിദ്ദ. ജിദ്ദ ഇസ്ലാമിക് സെന്റർ ആഴ്ചകൾ തോറും മതപഠന ക്ലാസുകൾ, ഖുർആൻ പഠനത്തിന് ഖുർആൻ പഠനവേദി, പ്രമുഖ മതപണ്ഡിതരുടെ ആത്മീയ നേതൃത്വത്തിൽ മദീന സിയാറ യാത്രകൾ, ആത്മീയ നിർനിമേഷമൊരുക്കുന്ന സ്വലാത്ത് ആത്മീയ രാവുകൾ, കാലികതയുടെ കരുത്തും കരവിരുതും സമ്മേളിക്കുന്ന ദഅ്വാ സംരംഭങ്ങൾ, പ്രതിഭകൾക്ക് പ്രതീക്ഷയേകുന്ന കലാ സാംസ്കാരിക മത്സരങ്ങൾ, കുടുംബങ്ങൾക്ക് കുളിർമ കുടുംബവേദി, തൊഴിൽദായകർക്കും തൊഴിലന്വേഷകർക്കും ഒരു കൈ സഹായവുമായി എംപ്ലോയ്മെന്റ് സെൽ, പ്രവാസി ജിദ്ദയുടെ അക്ഷരവീര്യമായി ദിശ ദ്വൈമാസിക, വിപുലമായ കാലിക ശേഖരവുമായി കാസറ്റ് പുസ്തക ലൈബ്രറികൾ, ആത്മീയ ഹൃദയങ്ങൾ കീഴടക്കി ജിദ്ദയിലുടനീളം മതപഠന ക്ലാസുകൾ. ജിദ്ദ ഇസ്ലാമിക് സെന്റർ. ഷാത്തി അൽ നൂർ ഇന്റർനാഷണൽ സ്കൂൾ, റുവൈസ്, ജിദ്ദ. Exceedingly beautiful campus, exclusive sections for boys and girls, experienced and self-motivated teachers, especially designed curriculum, extensive scope for mental, physical and moral development, an institution with a lot of differences. The right step to a bright future. Shati Al Noor International School, Ruwais, Jeddah.